ഹലോ നമസ്കാരം, ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ. ഇതൊക്കെ പിങ്ക് ക്യാബേജാണ് കേട്ടോ. പിങ്ക് ക്യാബേജിൻ്റെ നല്ല വലിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. കുറേ പേരെന്നോട് ഇങ്ങനെ എൻക്വയറി ചെയ്തായിരുന്നു. കണ്ടോ, ഇത്രയും ബുഷായിട്ടുള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. പിങ്ക് ക്യാബേജ് വന്നിട്ടുണ്ട്. പിന്നെ ലെക്സബിൻ്റെ കുറച്ച് നല്ല പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ലെക്സബാണ്. ഇത്രയും വലിയ ലെക്സബിൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ തായ് ഫ്രോസൻ്റെയൊക്കെ വലിയ പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനത്തെ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ ഇത് കണ്ടോ, ഈ നോബ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇത് കണ്ടോ, ഇതുപോലെ വരുന്ന ഈ നോബ് ഭാഗം വെച്ച് കണ്ടിച്ച് നട്ടാൽ ഇതൊരു പ്ലാന്റായിട്ട് വരും. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് വെച്ച് പോട്ടി മിക്സ് നിറച്ചാൽ 2 ആഴ്ച കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വേര് വരും. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് പുതിയൊരു പ്ലാന്റ്സിനെ റെഡിയാക്കിയെടുക്കാം കേട്ടോ. ഇത് ലെക്സബിൻ്റെ പ്ലാന്റ്സ് കേട്ടോ. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ 8848296441 മെസ്സേജ് ചെയ്യണം. ഇത് റെഡ് സ്റ്റാർ ഡസ്റ്റാണ്. ഇത് കുറേ അധികം പേര് ഓർഡർ തന്നിട്ടുണ്ട്. പകുതി പേർക്ക് എനിക്കിത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതിൽ കുറച്ച് നല്ല പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ മിനിയേച്ചർ ടൈപ്പിൽ ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുള്ളതുണ്ടോ. ഇതിങ്ങനെ വളരത്തുള്ളൂ, വലിയ രീതിയിലേക്ക് വളരില്ല. പക്ഷെ അതിൻ്റെ വലിയ പ്ലാന്റ് വന്നിട്ടുണ്ട്. മിനിയേച്ചർ അല്ലാത്ത പ്ലാന്റാണ് ഇതിൻ്റെ ഇരിക്കുന്നത്. കണ്ടോ, ഇത് മിനിയേച്ചർ ടൈപ്പിൽ നമ്മുടെ നോർമലി ഉള്ള പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ. പിന്നെ ഒരാൾ അവർക്ക് ഹോം ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്ലാന്റ്സ് പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ ഇറക്കിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സാണ്. ഇതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. നമ്മുടെ പഴയ വെറൈറ്റിയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ചട്ടി നിറഞ്ഞ് കവിയുന്നുള്ളതൊരു ബ്ലാക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല രസമുള്ള പ്ലാന്റാണ് ഇതൊക്കെ 300 രൂപയുള്ളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നല്ല പ്ലാന്റ്സാണ്. പിന്നെ ഉള്ളത് ഒരു മെറൂൺ ഷെയ്ഡ് വന്നൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഭംഗി കണ്ട് ഞാൻ ഓർഡർ കൊടുത്താൽ ഇത് കുറച്ച് ഹോം ഗാർഡൻ വേണം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അവർ പ്രത്യേകം പറഞ്ഞിട്ട് എടുത്തൊരു പ്ലാന്റാണ്. പക്ഷേ ഇതിൽ നമ്മൾ ലെൻസ് വെക്കണം. ഈ പ്ലാന്റിനെ ഒന്ന് കാണാൻ മാതിരി ചെറുതാണ്. ഇത് മിനിയേച്ചർ ടൈപ്പ് കേട്ടോ. ഇത് വളർന്ന് പന്തലിച്ച് വരത്തൊന്നുമില്ല. നമ്മുടെ സെൻസ്റ്റാർ പോലൊന്നും വരില്ലേ. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ട് നട്ടാലും ഇതിൽ ഒരിച്ചിലൂടെ വരും, അത്രയേ ഉള്ളൂ. ഇതിന്ന് ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമെന്നുള്ളേ ഉള്ളൂ. ബേബി പ്ലാന്റ്സ് വരും പെട്ടെന്ന്. ഇതൊക്കെ സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ്സ് ആണ്. ഫയർ റെഡിൻ്റെ ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇത് സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ്. സീഡ്ലിങ്സ് അല്ല കേട്ടോ. ഒന്നും സീഡ്ലിങ്സ് ഞാൻ എടുത്തിട്ടില്ല. സീഡ്ലിങ്സ് എനിക്ക് ഒന്നും പിടിച്ച് കിട്ടിയിട്ടില്ല. അത് കാരണം ഞാനും സീഡ്ലിങ്സ് അങ്ങനെ സെയിലിലേക്ക് എടുത്തിട്ടില്ല. ഇത് ക്യാൻഡിയുടെ ഒരു പ്ലാന്റാണ്. ഇത് പിന്നെ നമ്മുടെ രാസാവ് സോംബാറ്റ് നമ്മുടെ രാജാവായിട്ട് നിൽക്കുന്ന കക്ഷിയാണ്. ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ സെയിലിനുള്ള പ്ലാന്റ്സ്. പിന്നെ ഒരെണ്ണം കൂടെ കാണിക്കാനുണ്ട്. പുതിയ വന്നിട്ടുള്ള പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം. ഇത് 2 ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് കേട്ടോ. കാണാമല്ലോ, വലിയ പ്ലാന്റ്സ്, നല്ല ഭംഗിയാണിത്. പ്ലാറ്റിനം എന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ എൻക്വയറി ചെയ്ത് വാങ്ങിക്കുന്ന പ്ലാന്റ്സാണ്. നമ്മൾക്കൊരു നല്ല പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെച്ചാൽ കിടുക്കാച്ച കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സാണ്. ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ പറയണേ. പിന്നെന്താണ്, ഇനി നമുക്ക് 10 വർത്താനം പറയാം. ഓക്കെ. നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറയും തള്ളാണ്, തള്ളി മറിക്കുകയെന്നൊന്നും അല്ല കേട്ടോ. തള്ളൊന്നും അല്ല, സത്യസന്ധമായിട്ട് പറയണേ. കുറേ ആൾക്കാർ വിളിച്ചിട്ട് ചെടിയൊന്നും എടുക്കാനല്ല എങ്കിൽ കൂടി അവർ വർത്തമാനം പറയാനായിട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കാറുണ്ട്. അതിൽ 1-2 പേര് വിളിച്ചിട്ട്, ഒരാൾ വിളിച്ച വീഡിയോ വോയിസ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. പുള്ളിയുടെ ഹസ്ബൻഡ് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പം വീട്ടിൽ വന്നു. പക്ഷെ വളരെ വിഷമാവസ്ഥയിൽ ആണിപ്പോൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടും. രാത്രി എന്ന് പറയുന്നത് പേടിയാണെന്നാണ് പറയുക. പകലാണ് എനിക്ക് അത്രയും ടെൻഷനില്ല, രാത്രിയാകുമ്പോൾ എനിക്ക് ഭയമാ ചേച്ചി എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും വല്ലാത്തൊരു സങ്കടം തോന്നും. അവർക്കൊക്കെ എന്നും സഹിക്കാനും അതിനെ തരണം ചെയ്യാനും വയ്യാതെ കിടക്കുന്ന ആളിനെ നോക്കാൻ കൈകൾക്ക് കരുത്തും
നമുക്ക് ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെല്ലാം നമുക്ക് അവർക്കൊന്നും വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ, അല്ലേ? നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു പനാമയാണ് കേട്ടോ, പനാമയുടെ പ്ലാന്റാണ്, നല്ല പ്ലാന്റാണ്. ഒത്തിരി എൻക്വയറി ഉണ്ട്. ഇത് 3 പേരാണ് ഈ പ്ലാന്റ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്ലാന്റ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുക. ഇനി ഇതിൻ്റെ പ്ലാന്റ് വന്നാൽ ഞാൻ സെയിലിലേക്ക് ഇടാം കേട്ടോ. പിന്നെന്താണ്, ഈ വീഡിയോയിൽ ലാസ്റ്റിൽ ഞാനൊരു വീഡിയോ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് ആ വീഡിയോ കാണണം കേട്ടോ, ഭയങ്കര രസമാണ്. നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഓർത്തു ചെടിയെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി വാങ്ങിക്കും, അല്ലാതുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടുപോകും എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷെ അല്ല കേട്ടോ, എൻ്റെ ആ കണക്കൂട്ടുള്ള തകിടം അറിയിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, കാണണേ. എന്നുവെച്ചാൽ ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, 1000 രൂപ ബന്ധത്തിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്, പെരുനാടെന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിലെ തൊഴാൻ പോകാൻ നമ്മുടെ വീട്ടിൽ നിൽക്കാമെന്നും പറഞ്ഞ ഒരാളെന്നെ ക്ഷണിച്ചു എന്ന്. മായ പെരുനാട് ഓർക്കുന്നുണ്ടല്ലോ. പുള്ളിക്കാരത്തിയുടെ അമ്മ എൻ്റെ മൊബൈൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ മൊബൈലിൽ കൂടെ വെച്ച് കാണുന്നൊരു കാഴ്ച, അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ, എന്നിട്ട് പറയണം. ശരിക്കും അത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, പിന്നെ എനിക്ക് വല്ലാതെ മിസ് ചെയ്തു. നമുക്ക് ഇതുപോലെ പ്രായമായ അപ്പൂപ്പനമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മളെന്തെങ്കിലും ധൃതിയിലും ടെൻഷനിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലതൊന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല, അല്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും. പക്ഷേ അത് അവരില്ലാതെ വരുമ്പോഴാണ് നമ്മൾക്കത് വല്ലാതെ മിസ് ചെയ്യുന്നത്. അതെല്ലാ കാര്യം അങ്ങനെയാണല്ലോ, നമുക്കുള്ളപ്പം നമ്മളൊന്നിൻ്റെയും വില അറിയില്ല. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾക്ക് കിട്ടിയിരുന്ന ആ സൗഭാഗ്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഈ അമ്മൂമ്മയുടെ കൊച്ചുമോളാണ്, ചെറുമകളാണ് പുള്ളിക്കാരത്തി എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര രസം അവരുടെ കഥകളൊക്കെ. എനിക്ക് വീഡിയോ ഇട്ട് തന്നു, ഇതേ വീഡിയോ കണ്ടപ്പോൾ വീട്ടിലെ സംഭവമാണെന്ന് പറഞ്ഞാണ് ഇട്ട് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ അമ്മ, എന്താ? എനിക്ക് അതിശയായിപ്പോയി. അപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ വീഡിയോ വന്നാൽ കൊച്ചുമോടെ മൊബൈലും കൊണ്ട് ഈ നിൽക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോന്നിനും അമ്മ തന്നെ എന്നിട്ട് ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു തരികയാണ് ആ വീഡിയോ കണ്ടിട്ട്. ആ ഒരു രസകരമായൊരു കാഴ്ച ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അമ്മയുടെ മകളോട് ചോദിച്ചിരുന്നത് വീഡിയോ ഇതിനകത്ത് ഇട്ടോട്ടെ എന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, അതിനെന്താ, അതിന് കുഴപ്പമില്ല, എടുത്തോ. അങ്ങനെ ഒരു പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നില്ലേ, ഒരമ്മയും മോളും പത്തിരി ഉണ്ടാക്കുമ്പോൾ എന്നോടിങ്ങനെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചി പത്തിരി ഉണ്ടാക്കുക എന്ന്. അത് കേട്ട ഉടൻ മോളമ്മയോട് പറഞ്ഞിട്ടാ, അമ്മേ ഉമ്മച്ചി ആ വരുന്ന ഡയലോഗ് നമുക്കിട്ടുള്ള 8ൻ്റെ പണിയാണെന്ന്. അങ്ങനെ കൊച്ചു പിള്ളേർ തൊട്ട് ഇതുപോലെ അമ്മമ്മ വരെയുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തുന്നു ഉള്ളതെന്ന് അറിയുന്നതിലൊരു വലിയ സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാൻസ്. ഈ പ്ലാൻസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 8848296444 മെസ്സേജ് ചെയ്യണം. അതുപോലെ ദയവായി ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോവരുത്, വെറുതെ പോവരുത്. ഒരുപാട് വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, പക്ഷെ അത്രയും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവായിട്ട് 2025 ആദ്യത്തെ തെണ്ടൽ തുടങ്ങുകയാണ് ഞാൻ കേട്ടോ. ദയവായി എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ലാസ്റ്റിൽ ആ അമ്മമ്മയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് കണ്ട് അതിൻ്റെ ഒരു കമൻ്റ് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. എനിക്ക് സന്തോഷം ഒരു സമയത്ത് തന്നെ സന്തോഷം തോന്നി. ഒരുപാട് നമുക്ക് അപ്പൂപ്പനമ്മ ഇല്ല എന്നുള്ളൊരു മിസ്സിങ് അതും ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ആ വീഡിയോ കണ്ടാലേ അതിൻ്റെ ആ ഒരു രസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അമ്മൂമ്മയുടെ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. നമ്മൾ മനസ്സിലാക്കുക, ഒന്നൊന്നിന് പകരം വെക്കാനില്ല, അല്ലേ? നമുക്ക് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, എല്ലാം താങ്ങാനും അതിനെ ഓവർകം ചെയ്യാനും അവർക്ക് മനസ്സിന് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ നമുക്ക് മാത്രം എന്താ ദൈവമേ എങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നേ എന്ന് ചിന്തിക്കും. വെറുതെ ഈ ലോകത്ത് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉള്ളതായിട്ട് ഒരാളുടെ പേര് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരാളുടെ പേര് അങ്ങനെ ഒരാളില്ല. മേളിലിരിക്കുന്ന തമ്പുരാന് പോലും കാണും പ്രശ്നങ്ങൾ.
പുള്ളിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു തിരക്കുണ്ടെങ്കിൽ ചിലപ്പം പുള്ളിക്കും ടെൻഷൻ കാണും. അന്നേരം